സഹോദരങ്ങളെ, കേരളക്കര എന്ന് പറയുന്ന കൊച്ചു ഈ സംസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രങ്ങളെ അതിന്റെ പിറകിലേക്ക് മറിച്ച് പരിശോധിക്കുമ്പോൾ സനാഉല്ലാ മക്കി തങ്ങളെ പോലെയുള്ള ആളുകൾ ഒറ്റയാൾ പടയോട്ടം നടത്തി ആരംഭം കുറിച്ച തൗഹീദി പ്രബോധനത്തിന്റെ വേദിയാണ് പടർന്നു പന്തലിച്ച് പൂവിട്ട് കായ്ച്ച് അത് വലിയ വിശാലമായ ഒരു പ്രസ്ഥാനമായി സംവിധാനമായി മാറി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആൾക്കൂട്ടങ്ങളോ ആരവങ്ങളോ ഇല്ലാത്ത സമയത്ത് സർവശക്തനായ അള്ളാഹുവിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ ശബ്ദം കവലകളിലും മുക്കുമൂലകളിലും തെരുവീതികളിലും ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും വന്ന് അത് സൈക്കിളിൽ യാത്ര ചെയ്തു വന്ന് ദീർഘമായി കിലോമീറ്ററുകളോളം മൈലുകളോളം നടന്നു വന്ന് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് ആ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി കേൾപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്ത അങ്ങനെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഷിർക്കിന്റെയും മാറാപ്പുകൾ പേറി ജീവിക്കുന്ന ഒരു സമൂഹത്തെ തൗഹീദി വിശ്വാസ രംഗത്തിലേക്കും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും തിരിച്ചു വിളിച്ച് ആ പാരമ്പര്യത്തെ അവകാശപ്പെടുന്നവരാണ് നമ്മൾ മുജാഹിദുകൾ. അതിനുശേഷം 921, 23, 25, 30 കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ കേരളക്കരയിൽ ആദ്യത്തെ പണ്ഡിത സഭ രൂപപ്പെടുകയാണ് കേരള ജമിയത്തുൽ ഉലമ. അതിൽ നിന്ന് വേറിട്ട് പോയിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയുണ്ടാകുന്നത്. നിങ്ങളൊക്കെ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കേട്ട ഒന്നാണ്. സമസ്തയിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: കേരളക്കരയിൽ ഞങ്ങൾ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിറകിലാവാനുള്ള കാരണം രജിസ്റ്റർ ചെയ്ത സംഘടന എന്ന നിലയ്ക്ക് കേരളക്കരയിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിറകിലാവാനുള്ള കാരണം മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയിൽ നിന്ന് വേറിട്ട് പോയി അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് ഈ പണ്ഡിത സഭ, അനാചാരങ്ങൾക്കെതിരെയാണ് ഈ പണ്ഡിത സഭ. നഫീസത്ത് മാല പാടി പ്രസവിക്കണമെന്ന് പറഞ്ഞ് ആ പാട്ടുപാടുന്ന സമൂഹത്തിനെതിരെയാണ് ഈ പണ്ഡിത സഭ. പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കണമെന്ന് പറയുന്ന അന്ധവിശ്വാസത്തിന്റെ മാറാപ്പ് പേറുന്ന ഈ സമൂഹത്തിനെതിരെയാണ് ഈ പണ്ഡിത സഭ എന്നറിഞ്ഞപ്പോ അതിൽ നിന്ന് മാറി വ്യതിചലിച്ച് മറ്റൊരു സംഘടനയുണ്ടാക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അങ്ങനെ ഒരു പണ്ഡിത സഭ ഉണ്ടാക്കാനും രജിസ്റ്റർ ചെയ്യാനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിറകിലായി പോകാനുള്ള കാരണം സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കൂട്ടത്തിൽ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടായി. ഒന്ന്, നമ്മുടെ സംഘടന രജിസ്റ്റർ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു നബിയുടെ സമ്മതം കിട്ടിയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി, തുടങ്ങിയാൽ മതി എന്ന്. എങ്ങനെ? സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രൂപീകരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെർമിഷൻ കിട്ടിയിട്ട്, സമ്മതം കിട്ടിയിട്ട് തുടങ്ങിയാൽ മതി എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല, നമുക്ക് പെട്ടെന്ന് പ്രസ്ഥാനം ഉണ്ടാക്കി മുന്നോട്ട് പോകണം. അങ്ങനെ തർക്കങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ടാണ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളക്കരയിൽ നവോത്ഥാന പ്രസ്ഥാനമാകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിറകിലായി പോയത് എന്ന് നാണമില്ലാതെ സാക്ഷരതയുടെ നാടെന്നറിയുന്ന കേരളക്കരയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാരെ നമുക്ക് കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും. നിൽക്കട്ടെ. എന്നിട്ട് പിന്നീട് അവർ പറയുന്നത് അങ്ങനെ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്ന ആദ്യത്തെ രൂപീകരണ യോഗത്തിൽ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന തങ്ങളാകുന്ന മുത്തു നബി ആ യോഗത്തിൽ പങ്കെടുത്തു എന്ന് ഇന്നും യൂട്യൂബ് തുറന്നു നോക്കിയാൽ സമസ്തയുടെ പണ്ഡിതന്മാരുടെ പ്രസംഗമായി നമുക്ക് കേൾക്കാൻ പറ്റും. എന്താ പറയുന്നത്? സമസ്തയുടെ ആദ്യത്തെ രൂപീകരണ യോഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തു.
സമസ്തയുടെ പണ്ഡിതന്മാർ രൂപീകരണ യോഗത്തിൽ പ്രാർത്ഥന നടത്തിയപ്പോ ആ സദസ്സിൽ മുത്തുനബി ആമീൻ പറയാനുണ്ടായിരുന്നു എന്ന് നാണമില്ലാതെ പ്രസംഗിക്കുന്നു കേരളക്കരയിൽ. ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ രൂപീകരണ യോഗത്തിലേക്ക് മുത്തുനബി വന്നു. കേവലം 100 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 80 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നു എന്ന് പോരാ, വന്നിട്ട് മുത്തുനബിയെ കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന ആ മഹത്തരമായ കർമ്മത്തിന് പോലും വിട്ടുകൊടുക്കാതെ അവരുടെ പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചപ്പോ ആമീൻ പറയാൻ ആ സദസ്സിൽ മുത്തുനബി ഇരുന്നു എന്ന്. എന്തിനാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്? അവർ തന്നെ പറഞ്ഞത്, മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിക്കണമെന്ന് പറയാൻ, വിളിക്കുന്നത് ആവേശത്തോടു കൂടി കാണാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിക്കുന്നത് ആവേശത്തോടു കൂടി കാണാനും വിളിപ്പിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ പ്രസ്ഥാനം ഉണ്ടാക്കിയത് എന്ന് പ്രിയപ്പെട്ടവരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്നു. ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് തന്നെ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അകറ്റി അള്ളാഹുവിന്റെ സൃഷ്ടികളായ വ്യത്യസ്തമായ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വിവേചന ശക്തിയുള്ള സത്യാസത്യങ്ങളെ, ധർമാധർമ്മങ്ങളെ, നീതി അനീതികളെ, ഇരുട്ടും വെളിച്ചത്തെയും വേർതിരിച്ച് വിഭച്ഛേദിച്ച് പഠിക്കാൻ കഴിവുള്ള മനുഷ്യരെന്ന് പറയുന്ന അല്ലാഹു തആല ആദരിച്ച ആ പ്രത്യേക വിഭാഗമായ ആ മനുഷ്യരെ അല്ലാഹു തആല ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടതിന്റെ ലക്ഷ്യം ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല പറഞ്ഞത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്നാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ആശങ്കകൾക്കിടമില്ലാത്ത വിധം ലോകത്തിന്റെ രക്ഷിതാവ് പരിശുദ്ധ ഖുർആനിൽ അവന്റെ കലാമിൽ എന്നെയും നിങ്ങളെയും അറിയിച്ചതാണ്. എന്നിട്ട് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്, ഞാനിത് പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യമാകാനാണ്. ഞങ്ങൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് തന്നെ ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിക്കാനാ, അദ്ദേഹത്തെ വിളിപ്പിക്കാനാ. ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കബറടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്ന തൗഹീദി ആദർശത്തിന് വേണ്ടി പടപൊരുതിയ പണ്ഡിതനായ, ചെറിയ സൂഫി ചിന്തകൾ ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിൽ സംശയത്തിനിടമില്ലാതെ തൗഹീദ് പ്രഖ്യാപിച്ച, തൗഹീദിന് വേണ്ടി ജീവിച്ച, പുസ്തകങ്ങൾ രചിച്ച ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ ആവേശത്തോടു കൂടി 10,000-കണക്കിന് ആളുകൾ വിളിക്കുന്നത് കണ്ട് സമാധാനിക്കാനാണ് ഞങ്ങൾ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് എന്ന് ആരാ പറയുന്നത്? ഈ വലിയ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന, കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ പ്രസ്ഥാനമാണ് എന്ന് അവകാശപ്പെടുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അതേ എല്ലാ കുത്തകയും അവകാശപ്പെടുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പറയുന്നു മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് ഞങ്ങൾ പ്രസ്ഥാനം ഉണ്ടാക്കിയത് എന്ന്. ലോകത്തിന്റെ മുമ്പിലേക്ക് സർവശക്തനായ അല്ലാഹു തആല വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തരായ പ്രവാചകന്മാരെ, നബിമാരെ, അമ്പിയാക്കന്മാരെ, റസൂലുകളെ പറഞ്ഞയച്ചത് ലോകരക്ഷിതാവായ അല്ലാഹു തആല പറഞ്ഞു. എന്തിനാണ് അവരെ പറഞ്ഞയച്ചത്? അവസാനത്തെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സർവശക്തനായ അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, താങ്കൾക്ക് മുമ്പ് നാം ഒരു പ്രവാചകനെയും ഒരു ദൂതനെയും അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈ, ആ പ്രവാചകനിലേക്ക് ബോധനം നൽകിയിട്ടല്ലാതെ, ആ പ്രവാചകന് വഹീ നൽകിയിട്ടല്ലാതെ. എന്താണ് വഹീ നൽകിയത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന കൃത്യമായ ബോധനം നൽകിയിട്ടല്ലാതെ ലോകത്തിലേക്ക് ആദ്യത്തെ റസൂലായ നൂഹ് നബിയെ, അതിനുശേഷം കടന്നു വന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് റസൂലുമാരെ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുമ്പിലേക്ക് സർവശക്തനായ അല്ലാഹു തആല നോക്ക് അയച്ചിട്ടില്ല എന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. 1,00,000-ൽ പരം പ്രവാചകന്മാർ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. 25ഓളം പ്രവാചകന്മാരുടെ പേര് അള്ളാഹുവിന്റെ ഖുർആനിൽ ഞാനും നിങ്ങളും പഠിക്കുന്നതാണ്. ശരി, ഒരൊറ്റ നബിയെയും എന്നെ മാത്രം ആരാധിക്കണമെന്ന കൃത്യമായ ദിവ്യബോധനം നൽകിയിട്ടല്ലാതെ ഓ മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുമ്പോ, കേരളക്കരയിലെ സാക്ഷരതയുള്ള നാട്ടിൽ ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅ, അതേ ബാക്കിയുള്ളവരെല്ലാം പിഴച്ചവരാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ വരച്ച നേർരേഖയിൽ നിന്ന് വ്യതിചലിച്ചു സഞ്ചരിച്ചവരാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് പ്രസ്ഥാനമുണ്ടാക്കിയത് തന്നെ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ് എന്നല്ല, അവന്റെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനാണ് എന്നല്ല, അവന്റെ പേരിൽ സത്യം ചെയ്യാൻ ആളുകളെ പഠിപ്പിക്കാനാണ് എന്നതിന് വേണ്ടിയല്ല. പിന്നെയോ ഇറാഖിന്റെ ബാഗ്ദാദിൽ കിടക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് എന്ന്
പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയകളുടെ കാണാൻ കഴിയുമെന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ ഓർക്കണം. ഓരോ മുസൽമാനും 5 നേരം നമസ്കരിച്ചിട്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തിട്ട് സലാം വീട്ടിയ ഉടനെ അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞിട്ട് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. തുടർന്ന് പറയുന്നത് എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. എന്താണ് അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ, ആരുമില്ല റബ്ബേ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞാലും ഓരോ വക്ത് കഴിഞ്ഞാലും പറയുന്ന വാക്കാണത്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ നീ തരുന്ന ഒന്നിനെ തടയാനോ ആരുമില്ല നാഥാ, ആരുമില്ല റബ്ബേ എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു നമ്മളോട്. ഇതേ വാചകം ഖുർആനിൽ വന്നിട്ടില്ലേ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. സൂറത്ത് സുമറിലൂടെ പോയാൽ കാണാം, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിളുർ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയല്ലാഹ് ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യരെ നിങ്ങൾ? ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യരെ നിങ്ങൾ? അല്ലാഹുവല്ലാത്ത ഏതൊക്കെ ആളുകളെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ആരോടൊക്കെയാണോ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, റബ്ബ് ഒരാൾക്ക് ഒരു നിഅമത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ, അല്ലാഹു ഒരാൾക്ക് ഒരു റഹ്മത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആരുണ്ടത് കൊടുക്കരുതെന്ന് പറഞ്ഞു പിടിച്ചു വെക്കാൻ അല്ലാഹു ആർക്കെങ്കിലും ഒരു ളുറ്, ഒരു ആപത്ത്, ഒരു വിപത്ത്, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു പരീക്ഷണം അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചാൽ ആരുണ്ടതിനെ തട്ടി നീക്കാൻ? ഖുൽ, പറയൂ നബിയേ, ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവർ അവന്റെ മേൽ ബരമേൽപ്പിക്കട്ടെ എന്ന്. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യരെ നമുക്ക് തരാൻ വിചാരിച്ച ഒന്നിനെ തടയാനോ റബ്ബ് തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല ലോകത്ത് എന്ന പ്രഖ്യാപനം 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞിട്ടും പറയുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ലോകരക്ഷിതാവായ റബ്ബിനെ മാറ്റി നിർത്തി അവന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മാത്രം ഉയരേണ്ട ചോദ്യങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക്, അവന്റെ പടപ്പുകളിലേക്ക്, അതേ ഖബറിൽ കിടക്കുന്നവരിലേക്ക്, മഹാത്മാക്കൾ എന്നറിയുന്നവരിലേക്ക്, പറയുന്നവരിലേക്ക് തിരിച്ചുവിടുന്ന ദയനീയമായ കാഴ്ചയാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ കൈപ്പമംഗലത്തിന്റെ കൊപ്രക്കലത്തിന്റെ പരിസരത്ത് ഇങ്ങനെ പ്രൗഢമായ ഒരു ആദർശ സമ്മേളനം നടക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ വീടുകളിലും കയറിയിറങ്ങിയ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാരില്ലേ, അതിന്റെ യൂത്തിന്റെ പ്രവർത്തകന്മാരില്ലേ, അതിന്റെ സ്റ്റുഡൻസ് വിങ്ങിന്റെ പ്രവർത്തകന്മാരില്ലേ, അവർ കയറിയിറങ്ങിയ ഓരോ വീട്ടിലും വല്ലിപ്പമാരോട്, വല്ലിമ്മമാരോട്, പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയുണ്ട്. എന്താണ് മറുപടി? എന്താണ് മറുപടി പ്രിയപ്പെട്ടവരെ? അവർ പറയുന്നു, ഞങ്ങൾ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, വേറെ ഒരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ഖബറിൽ കിടക്കുന്നവരോട്, അതേ മഹത്തുക്കളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ ദോഷികളാണ്, നമ്മൾ തെറ്റു ചെയ്തവരാണ്, നമ്മൾ കുറ്റം ചെയ്തവരാണ്. അവരോ അള്ളാഹുമായി അടുത്തവരാണ്, റബ്ബുമായി അടുപ്പമുള്ളവരാണ്, തഖർറുബുള്ളവരാണ്. അതുകൊണ്ട് ഈ ഖബറിൽ കിടക്കുന്ന മഹാത്മാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ റബ്ബിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിന് വേണ്ടി അവരോട് പറയുകയാണ് ചെയ്യുന്നത് എന്ന് ദുർന്യായങ്ങൾ നിരത്തുന്ന കേരളക്കരയിലെ എത്രയെത്ര മുസ്ലിം ഉമ്മമാരെ കാണാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനത്തിലൂടെ, പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 18-ാമത്തെ വചനത്തിലൂടെ, പരിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 70 മുതൽ 74 വരെയുള്ള വചനങ്ങളിലൂടെ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല അന്ന് പ്രവാചകന്മാരോട് മനുഷ്യർ പറഞ്ഞ മറുപടിയുടെ ദുർന്യായങ്ങളെ നേരത്തെയിട്ട് പറഞ്ഞു. ഇത് മുസൽമാൻ പറയാൻ പാടുള്ളതല്ല. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനത്തിൽ കാണാം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഇല്ല ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ആരാധിക്കുന്നുണ്ട് ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല.
ഈ ന്യായമാണ് ആര് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർ വരെ, അതിനു മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യർ വരെ, അതേ കബറാളികൾക്ക് മുമ്പിലോ പ്രതിഷ്ഠകൾക്ക് മുമ്പിലോ മഹത്തുക്കൾക്ക് മുമ്പിലോ ബിംബങ്ങൾക്ക് മുമ്പിലോ അല്ല, റബ്ബല്ലാത്ത മറ്റു മഹാശക്തികൾ എന്ന് വിചാരിക്കുന്ന മഹത്തുക്കൾ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ചെന്നു നിന്ന് പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ ന്യായം. രണ്ടാമത്തെ ന്യായം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഹഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയല്ലേ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്? ഈ ഖബറിൽ കിടക്കുന്നവർ അല്ലാഹുമായി ഇഷ്ടപ്പെട്ടവരാണ്, അവർ വലിയ മഹത്തുക്കളാണ്, വലിയ മഹാരഥന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ ചെയ്യുമെന്ന് അല്ലാഹു തആലയുടെ ഖുർആൻ. ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ അല്ലാഹുവിൽ നിന്ന് അകലാൻ പറഞ്ഞ ന്യായങ്ങളെന്ന് ഖുർആൻ എണ്ണി പറഞ്ഞ് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ അതുതന്നെയാണ് തൃശ്ശൂർ ജില്ലയിലും, അതുതന്നെയാണ് കേരളത്തിലെ മറ്റു ജില്ലകളിലും, അതുതന്നെയാണ് ലോകത്ത് ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം. മൂന്നാമത്തെ ന്യായം എന്താണ്? 26-ാം അധ്യായം സൂറത്ത് ശുഅറായിലെ 70 മുതൽ 74 വരെയുള്ള വചനങ്ങളിൽ കാണാം പ്രിയപ്പെട്ടവരെ. എന്താ പറയുന്നതെന്ന് അറിയുമോ? അവിടെ പറയുന്നത്, ഈ ഖബറിൽ കിടക്കുന്നവരോ അല്ല അല്ലാഹുവല്ലാത്തവരെ അഭയം തേടി പോകുന്ന, അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിചാരിച്ച്, നമുക്കുത്തരം ചെയ്യുമെന്ന് വിചാരിച്ച്, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുമെന്ന് വിചാരിച്ച്, പരിഹാരമുണ്ടാക്കി തരുമെന്ന് വിചാരിച്ച് കടന്നു പോകുന്ന ആരൊക്കെയുണ്ടോ അവരിലേക്ക് പോകുമ്പോ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വല്ല ഉപകാരവും ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ടോ? വല്ല ഉപദ്രവവും വരുത്താൻ ഇവർക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ അക്കാലഘട്ടത്തിലെ മനുഷ്യർ പറഞ്ഞത്, ഇത് ഖുർആനിന്റെ വചനമല്ലേ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലെ ആയത്തല്ലേ. അന്നത്തെ മനുഷ്യർ പറഞ്ഞ വാക്കാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, ബൽ, അതൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. ഏത് ഉപകാരം ചെയ്യുമോ ഉപദ്രവം വരുത്തുമോ അതിന് കഴിവുണ്ടോ കേൾക്കുമോ അതൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. വജദിനാ അബാഅനാ കദാലിക യഫ്അലൂൻ. എന്താ അതിന്റെ അർത്ഥം? വജദിനാ അബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങളുടെ വാപ്പമാരെ, വാപ്പയുടെ വാപ്പയെ, അതിന്റെ ഉപ്പയെ, അതിന്റെ ഉപ്പയെ, അതിന്റെ ഉപ്പയെ, കാരണവന്മാരെ പാരമ്പര്യമായി ഞങ്ങൾ കണ്ടുവരുന്നത് ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. അവർ ഖബറിന്റെ മുമ്പിൽ ചെന്ന് ഖബറാളിയോട് ചോദിക്കുന്നതാ ഞങ്ങൾ കണ്ടത്. അവർ കെട്ടിപ്പൊക്കിയ ജാറങ്ങൾക്ക് മുമ്പിൽ ചെന്നു നിന്ന് സങ്കടം പറയുന്നതാ ഞങ്ങൾ കേട്ടത്. അവർ കെട്ടിപ്പൊക്കിയ ഖബറുകൾക്ക് മീതയിട്ട ആ പച്ചപ്പുതപ്പിനെ തൊട്ട് വന്നിക്കുന്നതാ ഞങ്ങൾ കണ്ടത്. ജാറങ്ങൾ കെട്ടിപ്പടുക്കുന്നതാ ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് മറ്റൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. ഞങ്ങളുടെ കാരണവന്മാർ ചെയ്തത് ഇപ്രകാരമായിരുന്നു, അതുകൊണ്ട് ഞങ്ങളും അത് ചെയ്തു പോരുന്നു എന്നാണ് ആര് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇതാണ് മുൻഗാമികളായ ആളുകൾ നിരത്തിയ ന്യായം. 1, അള്ളാഹുവിലേക്ക് ഇവർ അടുപ്പിക്കും. 2, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. 3, പാരമ്പര്യമായി ഞങ്ങളുടെ വാപ്പമാര് ചെയ്തു പോരുന്ന രീതി ഇതാണ് എന്ന്. ഇത് തന്നെയല്ലേ ഇന്നും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, നേർച്ച വഴിപാടുകൾ അല്ലാഹുവല്ലാത്തവർ കർപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലേ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ മൃഗങ്ങളെ അറുത്ത് ആണ്ടുകളും നേർച്ചകളും വഴിപാടുകളും നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ തിരൂരിന്റെ BP അങ്ങാടിയിൽ ഒരു നേർച്ചയുടെ പേര് പറഞ്ഞ് 1000-10,000 ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ആനക്ക് മതമിളകി ഒരു മനുഷ്യനെ ഇങ്ങനെ കൊമ്പിൽ കോർത്തെടുത്ത് പ്രിയപ്പെട്ടവരെ തൂക്കിയെറിയുന്ന രംഗം കണ്ടപ്പോ നിങ്ങളൊന്ന് യൂട്യൂബിൽ കയറി, സോഷ്യൽ മീഡിയയിൽ കയറി അതൊന്ന് പരിശോധിച്ചു നോക്കൂ. ആളുകൾ ഇങ്ങനെ പരക്കം പായുമ്പോ യാഹൂത്തങ്ങളുടെ നേർച്ചക്ക് വന്നവർ ആരെങ്കിലും വിളിച്ചോ യാഹൂത്തങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന്? ഇല്ല. യാഹൂത്തങ്ങളുടെ പേരും പറഞ്ഞ് യാഹൂത്തങ്ങളുടെ ഖബറിന്റെ അടുക്കിലേക്ക് വന്ന് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ വേണ്ടി വന്നവർ ആനക്ക് മതമിളകി ഒരു മനുഷ്യനെ തൂക്കിയെറിയുന്നത് കാണുമ്പോ അല്ലാ റബ്ബേ എന്ന് പറഞ്ഞ് പരക്കം പായുന്ന കഴിഞ്ഞ ആഴ്ചയാണ് തിരൂരിന്റെ മണ്ണിൽ BP അങ്ങാടിയിൽ ഈ നേർച്ച ഉത്സവം നടന്നു കഴിഞ്ഞത്. ഇല്ലേ പ്രിയപ്പെട്ടവരെ? ആരാ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്? ആരാ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്? എന്നിട്ട് വലിയ സ്റ്റേജുകൾ കെട്ടിപ്പറയുന്നു ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന്. ആരാ പിന്നെ ഇതിന് ഉത്തരവാദികൾ? ആര് പറയും ഇവരോട് ഈ നേർച്ച പൂരങ്ങൾ അവസാനിപ്പിക്കണമെന്ന്? ആനക്ക് മതമിളകി നെറ്റിപ്പട്ടം കെട്ടി ആനകളെ കൊണ്ടുവന്ന് ഒരു ഖബറിന്റെ പേരും പറഞ്ഞ് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പേരും പറഞ്ഞ് 10,000-കണക്കിന് മനുഷ്യരെ ഉത്സവത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഖബറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ആര് മറുപടി പറയും? ആര് മറുപടി പറയും? ആരാ ഇതിന് ഉത്തരവാദികൾ? സമൂഹത്തിന് ചോദിക്കാൻ ഉത്തരവാദിത്ത ബോധമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വിട പറയുമ്പോ പ്രിയപ്പെട്ടവരെ അന്ന് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ലഅനത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപമുണ്ട് കേട്ടോ. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട് കേട്ടോ. അലൽ യഹൂദി വന്നസാറ, യഹൂദികളെയും നസ്വാറാക്കളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അമ്പിയാക്കന്മാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നവരാണ്. ആര്? നസ്വാറ എന്ന് പറയുന്ന ക്രൈസ്തവ ലോകവും അതേ യഹൂദികളും ഒരു പ്രവാചകന്റെ കബർ കിട്ടിയാൽ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. ഇവിടെ ക്രിസ്ത്യാനികൾ അവരുടെ സെമിത്തേരിയിൽ അവരുടെ കബറുകൾ അതേ ടൈൽസ് ഒട്ടിച്ച് മാർബിൾ ഒട്ടിച്ച് കുരിശ് നാട്ടി വലിയ കബറുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവർക്കത് ചെയ്യാം. അത് അവരുടെ മതവിശ്വാസമാണെങ്കിൽ അതവിടെ ഇഷ്ടമാണ്. പക്ഷേ അവർക്കൊരു പ്രവാചകന്റെ കബർ കിട്ടിയാൽ ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. സാങ്കല്പിക യേശുക്രിസ്തുവിന്റെ ഫോട്ടോ വെച്ച്, സാങ്കല്പിക കന്യാമറിയമിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ആരാധന ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളെ തൊട്ടാണ് അള്ളാഹു പറഞ്ഞത്. ഒരു നബിയുടെ ഖബർ അവർക്ക് കിട്ടിയാൽ ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ഒരു നബിയുടെ ഖബർ കിട്ടണമെന്നുണ്ടോ? അഡ്രസ് പോലും ആവശ്യമില്ലാത്ത കടലിൽ നിന്ന് വന്ന ഒരു മയ്യത്തെടുത്തുകൊണ്ട് അതേ ആളുകൾക്ക് മുമ്പിൽ ചീഞ്ഞു നാറുമെന്ന് കണ്ടപ്പോ ഖബറടക്കം ചെയ്ത മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന കുപ്പായത്തിന്റെ കൈ ഇത്ര നീളമുണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഒരു മുസ്ലിമത്തായ പെണ്ണാണ് എന്നതിന്റെ തെളിവ് എന്ന് പറഞ്ഞ് ഖബറടക്കം ചെയ്ത ആ മുനമ്പത്ത് ബീവിക്ക് മീറ്റിംഗ് കൂടിയിട്ട പേരാണ് ഫാത്തിമത്തു സുഹ്റ എന്ന. ആരാണെന്നറിയില്ല, എവിടെ നിന്ന് വന്നവരാണെന്നറിയില്ല, ആരുടെ മകളാണെന്നറിയില്ല, ഏത് മക്കളുടെ ഉമ്മയാണെന്നറിയില്ല. കടലിൽ നിന്ന് കിട്ടിയ ഒരു മയ്യത്ത് ഇന്ന് കുട്ടികളില്ലാത്തവരും അസുഖമുള്ളവരുമൊക്കെ ആ മുനമ്പത്ത് കിടക്കുന്ന ബീവിയുടെ ഖബറിന്റെ മുമ്പിൽ ചെന്നു നിന്ന് സങ്കടം പറയുന്ന, കണ്ണീരോടുകൂടി സങ്കടം പറയുന്ന ദയനീയമായ ഇസ്ലാമിന്റെ തീർത്തും എതിരായ ഈ പ്രക്രിയ ആരാണ് കേരളക്കരയിൽ കൊണ്ടുവന്നത്? ആരാ ഇസ്ലാമിന്റെ പൈതൃകമായി പഠിപ്പിക്കുന്നത്? ആരാ ഈ ഖബർ പൂജ ഈ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്? ഇത് എഴുന്നേറ്റു നിന്ന് പറയാൻ, ആർച്ചവത്തോടുകൂടി പറയാൻ, അരുത് എന്ന് പറയാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഓരോ ജില്ലകളിലും അതിന്റെ ആദർശ സമ്മേളനത്തിന്റെ പ്രൗഢമായ വേദിയിലൂടെ. എന്തിന്? ഇത് ഊർജ്ജസ്വലതയോടുകൂടി പറയാൻ നമ്മളല്ലാതെ മറ്റൊരു ടീമില്ല എന്ന 100% നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് വിട പറയുമ്പോ അത് മാത്രമല്ല പറഞ്ഞത്, മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളെ ആവർത്തിച്ചു. എന്നിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് വിറക്കുന്ന കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഐദാ, എന്റെ ഖബറിനെ അല്ലാഹുവേ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ, ഒരു ഉത്സവ കേന്ദ്രമാക്കി കൊടുക്കരുത് അല്ലാ. പറഞ്ഞിട്ടില്ലേ? ഈ ശബ്ദം കേൾക്കുന്ന സമസ്തയിൽപ്പെട്ടവരുണ്ടാകില്ലേ? മുസ്ലിങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി, അല്ലാഹുവേ നീ എന്റെ ഖബറിനെ ആക്കരുത് റബ്ബേ ഐദാ, ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത്. ചേറ്റുവ നേർച്ച നിങ്ങളുടെ ജില്ലയിലല്ലേ? ആനക്ക് മതമിളകിയ ഒരു മനുഷ്യനെ കൊന്നത് ചേറ്റുവ നേർച്ചയുടെ പേരിലല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ എത്ര നേർച്ചപ്പറമ്പുകളാണ്, എത്ര കബറുകളാണ് അല്ലേ? അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഭീമാ ഉമ്മാച്ചയുടെ തൊട്ടിപ്പുറം നിൽക്കുന്ന കടുവാപ്പള്ളി വരെ നീണ്ടു നിൽക്കുന്ന ജാറങ്ങളുടെയും മഖ്ബറകളുടെയും എണ്ണം എത്രയാണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ പ്രവാചകൻ അടുത്ത വാക്കും പറയുന്നു, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, പടച്ചവനെ എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാ, എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് റബ്ബേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തുനിന്ന് വിട പറയുന്ന അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് മരണവേദന കൊണ്ട് അതേ അസ്വസ്ഥത പ്രകടിപ്പിച്ച പ്രവാചകൻ അല്ലാഹുവേ എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുന്ന ആ ഘട്ടത്തിൽ പോലും യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് എന്തൊരു അസ്വസ്ഥതയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗം നമ്മൾ ഓർക്കുന്നുണ്ടോ? ആ മരണവേദന അനുഭവിക്കുന്ന ഘട്ടത്തിൽ പോലും പറഞ്ഞു, എന്റെ ഖബറിനെ പടച്ചവനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി വിട്ടുകൊടുക്കരുത്, എന്റെ ഖബറിനെ അല്ലാഹുവേ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാ എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ?
അതുകൊണ്ട് ഇന്നും അതുപോലെ നിൽക്കുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീടിനുള്ളിൽ ഒരു ചാൺ ഉയരത്തിൽ മാത്രം ഉയർത്തപ്പെട്ട അവസ്ഥയിൽ റുഫിഅ ഖബറുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, നഹ്വം മിൻ ശിബർ, ഒരു ചാണോളമെന്ന് കണ്ട സഹാബികൾ എഴുതി വെച്ചു. എന്താ പറഞ്ഞത് സഹാബികൾ? മുത്തുനബിയുടെ ഖബർ അതേ ഭൂമിയിൽ നിന്ന് പൊന്തി നിൽക്കുന്നു, ഒരു ചാണോളം അതിനപ്പുറം പൊന്തിയിട്ടില്ല. ചരക്കല്ലുകൾ വാരി വിതറിയതുപോലെ ഒരു ചാൺ ഉയരത്തിൽ മുത്തുനബിയുടെ ഖബർ ഞങ്ങൾ കണ്ടു എന്ന് സഹാബികൾ എഴുതി വെക്കുകയാണ്. കളവ് പറയാത്ത സഹാബികൾ, അള്ളാഹ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സഹാബികൾ, അള്ളാഹുവിനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച സഹാബികൾ, അവരാ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ ഒരു ചാണിന് മീതെ ഉയർന്നിട്ടില്ല എന്ന് സഹാബികൾ എഴുതി വെക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, എന്തിനാ ഞാൻ ഈ ഖബർ പറയുന്നത്? ആ ഖബറിന്റെ മുന്നിലേക്കാണ് ഖബറാളിയോട് സങ്കടം പറയാൻ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി സങ്കടം പറയാത്ത മുസ്ലിമത്തായ പെണ്ണ് ഖബറിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഖബറാളിയുടെ കെട്ടിപ്പൊക്കിയ ഖബറിന്റെ മീതെ ആ പുതപ്പിച്ചിരിക്കുന്ന പച്ച പുതപ്പ് തൊട്ടുകൊണ്ട്, അവിടുത്തെ കമ്പികളും തൂണുകളും തൊട്ടുകൊണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഖബറാളിയോട് സങ്കടം പറയുകയാണ്. കുട്ടിയില്ലാത്തതിന്റെ പ്രയാസം പറയുകയാണ്, കച്ചവടങ്ങൾ തകർന്നു പോകുന്നതിന്റെ കഥ പറയുകയാണ്, ശാരീരികമായ വേദന അവിടെ പങ്കുവെക്കുകയാണ്, മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയാണ്, സങ്കടങ്ങൾ ആ ഖബറാളിയോട് പറയുകയാണ്. ഇത് ശിർക്കല്ലെങ്കിൽ ലോകത്തേതാണ് പ്രിയപ്പെട്ടവരെ ശിർക്ക്? ഇത് ശിർക്കല്ലെങ്കിൽ ലോകത്തേതാണ് പ്രിയപ്പെട്ടവരെ ശിർക്ക്? അവർക്ക് നമ്മുടെ കാര്യം അറിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സമസ്തയുടെ അമരക്കാരനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലും വലിയൊരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്, വലിയൊരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന, കേരളത്തിലെ വലിയൊരു ഭൂരിപക്ഷ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതേ ഈ മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, നിങ്ങൾ സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച്, ഔലിയാക്കന്മാരെ കുറിച്ച് കളവ് പറയരുത്, ഞങ്ങൾ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹു അറിയുന്നതെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അറിയും എന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്നല്ല. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ഞാൻ ആവർത്തിക്കുന്ന വാചകം ഒരിക്കൽ കൂടി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന വാചകം എന്താ പറഞ്ഞത്? അള്ളാഹു അറിയുന്നതെല്ലാം ഔലിയാക്കന്മാരറിയും, പക്ഷെ അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്ന് ഞങ്ങൾക്ക് വാദമില്ല. എന്താണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം? അള്ളാഹു അറിയുന്നത് പോലെ അറിയില്ല, പക്ഷെ അള്ളാഹ് അറിയുന്നതൊക്കെ അവർക്കും അറിയും. പിന്നെന്താണ് അള്ളാഹും അള്ളാഹുവിന്റെ സൃഷ്ടികളും തമ്മിൽ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഖൽബിന്റെ ഉള്ളിൽ ഉള്ളതറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഖൽബിന്റെ ആ മിടിപ്പും തുടിപ്പും അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഇരുട്ടും വെളിച്ചവും വ്യത്യാസമില്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലേ? എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുന്നതിന് പിന്നെന്തർത്ഥ തലമാണുള്ളത്? ഔലിയാക്കന്മാർ അല്ലാഹ് അറിയുന്നതെല്ലാം അറിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് അറിയുന്നത് പോലെ അറിയുമെന്നല്ല, അല്ലാഹ് അറിയുന്നതെല്ലാം അറിയും എന്നാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ലോകത്തിലെ മനുഷ്യരുടെ കൂട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം സ്ഥാനമുള്ളതാരാ? ആ മുത്തുനബിയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം നമുക്കറിയില്ലേ? അറിയില്ല മുസ്ലിങ്ങളെ, എന്നെ കേൾക്കുന്നവരെ, ഓൺലൈനിൽ ഇത് വീക്ഷിക്കുന്നവരെ, നമുക്കൊക്കെ അറിയുന്ന ചരിത്രമില്ലേ? മുത്തുനബിയുടെ മുന്നിലേക്ക് ജൂത കുടുംബത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബിയും ചെന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വെച്ച പ്ലേറ്റിലെ ഇറച്ചിയിൽ ജൂത കുടുംബത്തിലെ ഒരു പെണ്ണ് വിഷം കലർത്തി മുത്തുനബിയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബിയും അവിടെ ഇരുന്ന് ആ ഇറച്ചിയിൽ നിന്നൊരു കഷ്ടമെടുത്ത് സഹാബി വായിലിട്ട് ചവച്ച് വയറ്റിലേക്ക് ഇറക്കി. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു അറിയിപ്പ് കൊടുത്തു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുപ്പിക്കളയാൻ ഉണ്ടായിട്ടില്ലേ? ഇത് സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? സുന്നികളായ മുജാഹിദുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? സമസ്തക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? തബ്ലീഗിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? മറ്റാർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ പറയുന്ന ചരിത്രമാണ്. എങ്കിൽ നമ്മൾ ചോദിക്കുക, ഈ സഹാബി ആ ഇറച്ചി നിന്ന് വയറ്റിലേക്ക് ഇറങ്ങി സഹാബി പിടഞ്ഞു മരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട മുമ്പിൽ ഒരു മേശപ്പുറത്ത് ഒരു ഭക്ഷണ പാത്രത്തിൽ വെച്ച ഇറച്ചിയിൽ പ്രവാചകന്റെ കൈ തട്ടിയിട്ട് വായിലേക്ക് ഇറച്ചിയിട്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് ഇതിൽ വിഷമുണ്ടെന്നറിഞ്ഞില്ല, ഇതിൽ വിഷമുണ്ടെന്നറിഞ്ഞില്ല. അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നത് വരെ പിന്നെ ഏത് ഔലിയാക്കന്മാർ അറിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് ഖോജമാർ അറിയുമെന്നാണ് പറയുന്നത്? ഏത് ബീവിമാർ അറിയുമെന്നാണ് പറയുന്നത്?
കാസർഗോഡിന്റെ മണ്ണിൽ, പൂച്ചക്കാടിന്റെ മണ്ണിൽ ജിന്നുമ്മ എന്ന് പറയുന്ന 30-ന്റെയും 40-ന്റെയും വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു പെണ്ണ് പറയുന്നു, ആ നാട്ടിലൊരു മനുഷ്യനോട്, വലിയൊരു വ്യവസായിയോട്, കോടികൾ ആസ്തിയുള്ള ഒരു മനുഷ്യനോട്, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പൂജാകർമ്മം നടത്താനുണ്ട്, വീട് കാലിയാക്കണം, ആരും വീട്ടിലുണ്ടാകരുത്, നിങ്ങൾ ഒറ്റക്ക്. ആ മനുഷ്യനെ കൊന്നു തള്ളിയില്ലേ? ആ മനുഷ്യനെ കൊന്നു തള്ളിയില്ലേ? ഇല്ലേ? പത്രങ്ങൾ വായിച്ചില്ലേ നമ്മള്? ചാനലുകളിൽ കേട്ടില്ലേ നമ്മള്? ജയിലിന്റെ ഉള്ളിലല്ലേ ആ ജിന്നുമ്മയുള്ളത്? ഈ കർമ്മം പ്രിയപ്പെട്ടവരെ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച പാത്രത്തിലെ ഇറച്ചിയിൽ വിഷമുണ്ട് എന്ന കാര്യം പോലും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ അറിഞ്ഞിട്ടില്ല എന്ന സത്യം അംഗീകരിക്കുന്നവരല്ലേ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്ത്? എന്നിട്ട് ഖബറിന്റെ മുമ്പിൽ ചെന്ന് അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളായ ഈ ഖബറിൽ കിടക്കുന്നവരോട് പറയുമ്പോ ഒരു ന്യായമാണ് അവർ നിരത്തുന്നത്. അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. മക്കാ മുശ്രിക്കുകൾ എന്ന് പറയുന്ന അബൂജഹൽ അടക്കമുള്ള, അബൂലഹബ് അടക്കമുള്ള ആളുകൾ ലോകത്തിൽ അള്ളാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ, ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്ന അള്ളാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന കഅബാലയത്തിന്റെ മുന്നിലേക്ക് അബൂജഹൽ, അബൂലഹബ് അടക്കമുള്ള അതേ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ കയറി വരുമ്പോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്ന തൽബിയത്ത് ചൊല്ലിയിട്ടാണ് അവർ വന്നത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ 2 വരി നമ്മളും ചൊല്ലുന്നതാ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് നിന്ന് പോകുന്നവർ, അതെ ചൈനയിൽ നിന്ന് പോകുന്നവർ, ഏഷ്യൻ രാജ്യങ്ങളാകുന്ന നമ്മുടെ നാടിന്റെ പരിസരത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവർ, പോരാ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരുന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുന്നവർ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്നവർ വിളിച്ചു പറയുന്നു റബ്ബിനോട്, അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ. ഇത് അബൂജഹലും പറഞ്ഞു, ഇത് അബൂലഹബ് പറഞ്ഞു, ആ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇല്ലാ ശരീകൻ ഹുവ ലക, പങ്കാളി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഉണ്ട്, ആ പങ്കാളി ഹുവ ലക, നിനക്കുള്ള പങ്കാളിയാണ്. തംലികുഹു വമാ മലക, ആ പങ്കാളിയുടെ ഉടമസ്ഥാവകാശം, ആ പങ്കാളിയുടെ അധികാരം റബ്ബേ നിനക്കാണ്, നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നതാണ് അബൂജഹൽ പറഞ്ഞത്, മുശ്രിക്കുകൾ പറഞ്ഞത്, മക്കയിൽ മുത്തുനബിയെ എതിർത്തവർ പറഞ്ഞത്, മുത്തുനബിയെ പരിഹസിച്ചവർ പറഞ്ഞത്, നബിയുടെ ശത്രുക്കളായി ജീവിച്ചവർ പറഞ്ഞത്. ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് എന്നാണ്. ഇത് തന്നെ മുസ്ലിങ്ങൾ പറയാൻ പറ്റുമോ? ഇത് മുസ്ലിങ്ങൾ പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ അല്ലാഹു തആല മുത്തുനബിയിലൂടെ ഈ മുശ്രിക്കുകളുടെ തൽബിയത്ത് നമ്മളെ പഠിപ്പിച്ചതിന്റെ അർത്ഥം എന്താണ്? അവരും പറഞ്ഞത് അതാണ്, ഞങ്ങൾ കൊടുത്ത കഴിവിൽ നിന്നാ ചോദിക്കുന്നത്. ഈ ഞങ്ങൾ ശരീക്കായി പ്രഖ്യാപിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ അള്ളാഹുവിന്റെ അധീനതയിലുള്ളവരാണ്, അള്ളാഹുവിന്റെ അധികാരത്തിലുള്ളവരാണ്, അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുതന്നെയാണ് തൃശ്ശൂരിലെ ആമിന പറയുന്നത്, തൃശ്ശൂരിലെ മുഹമ്മദ് പറയുന്നത്, തൃശ്ശൂരിലെ അബൂബക്കർ പറയുന്നത്, തൃശ്ശൂരിലെ സുലൈഖ പറയുന്നത്. ഇവർക്കൊന്നും സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആർക്കും കൊടുക്കാമല്ലോ കഴിവ്, ആർക്കും കൊടുക്കാമല്ലോ കഴിവ്. അങ്ങനെ പറഞ്ഞ് CM എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ 60 ചില്ലാൻ കൊല്ലം ജീവിച്ച CM എന്ന് പറഞ്ഞാൽ ചിത്തടിമിത്തൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ആ ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മുസ്ലിയാർ ആദ്യ കാലഘട്ടത്തിൽ നല്ലൊരു മുസ്ലിയാരായി ജീവിച്ച് മാനസിക നില തെറ്റി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു മാനസികാവസ്ഥയിൽ തെറ്റിയ അവസ്ഥയിൽ ജീവിച്ച് മരിച്ചുപോയ, വെറും 60 ചില്ലാൻ കൊല്ലം നാട്ടിൽ ജീവിച്ച് മരിച്ചുപോയ ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞ് പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ ആയിരക്കണക്കിന് മനുഷ്യരെ വിളിച്ചു കൂട്ടിയ വേദിയിൽ സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചഭാഷണിയുടെ സഹായത്തോടു കൂടി പറയുന്നു, ഒരിക്കൽ മടവൂര് പറഞ്ഞു അനല്ലാ, ഒരിക്കൽ മടവൂര് പറഞ്ഞു അനല്ലാ. അതിന്റെ അർത്ഥം എല്ലാവർക്കും പിടികിട്ടിയിട്ടില്ല. എന്താ അതിൽ പിടികിട്ടാൻ ഇത്രേ? അനല്ലാ എന്ന് പറഞ്ഞാൽ ഞാനാണ് അല്ലാ. ഞങ്ങളും പറയുന്നു, ചിലപ്പോൾ CM അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. കൊപ്രക്കലത്ത് ഒരു മാനസിക രോഗി ഉണ്ടെങ്കിൽ പറയും ഞാനാ ഇവിടുത്തെ മുഖ്യമന്ത്രിന്ന്, സുഖമില്ലാത്തതുകൊണ്ട് പറയുന്നതാ. ചിലപ്പോൾ പറയും ഞാൻ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, സുഖമില്ലാത്തത് കൊണ്ട് പറയുന്നതാ. മാനസിക നില തെറ്റിയ CM എന്ന് പറയുന്ന ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ, സുഖമില്ലാത്ത മനുഷ്യനാ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ പറഞ്ഞതാ സ്വർണത്തിന്റെ മാല ഉപയോഗിച്ചിരുന്നു എന്ന്. സ്വർണമാല ഒരു സാധാരണ മുസ്ലിം ഉപയോഗിക്കുകയോ
ഒരു ഔലിയായി അറിയപ്പെടുന്ന, ഒരു വലിയ മുസ്ലിയാരായി അറിയപ്പെടുന്ന ഒരാൾ സ്വർണ്ണ ചെയിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മാനസിക നില ശരിയല്ലെന്ന് ഉറപ്പല്ലേ? സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോ കാണാൻ വരുന്നവരെ കൊണ്ട് വലിപ്പിക്കും, നോമ്പ് മുറിക്കും, വന്നവരെ നോമ്പ് മുറിപ്പിക്കും, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും, പണം കൊടുക്കാതെ ഇറങ്ങിപ്പോകും. നിങ്ങൾ പറയുന്ന കഥയാണ്, ഞങ്ങൾ പറയുന്നതല്ല. അതാ പറഞ്ഞത്, മാനസിക അസ്വസ്ഥതയുള്ള ആളാണ് പാവപ്പെട്ട CM എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ തള്ളവിരൽ പടുത്ത് അതുപോലും ചികിത്സിച്ച് മാറ്റാനാവാതെ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയ CM ഖബറിൽ കിടക്കുകയാണ്, മലന്ന് കിടക്കുകയാണ്. ട്രെയിൻ പോകുന്നത് കാണുകയാണ്, ഫ്ലൈറ്റ് പോകുന്നത് കാണുകയാണ്. ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ലോകരക്ഷിതാവായ അല്ലാഹ് CM-നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടുത്തെ പണ്ഡിതന്മാരായി അവകാശപ്പെടുന്ന മുസ്ലിയാക്കന്മാർ. ആരുണ്ട് ഇതിന് മറുപടി കൊടുക്കാൻ? ആരുണ്ട് ഈ സമൂഹത്തെ തിരുത്തി കൊടുക്കാൻ? അതുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഴുന്നേറ്റ് നിന്നോ. നിങ്ങൾ ക്ഷണിക്കുന്നത് റബ്ബിലേക്കാണോ? അല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്കാണോ? അരീക്കോടിന്റെ മണ്ണിൽ, മഞ്ചേരിയുടെ മണ്ണിൽ, കോഴിക്കോടിന്റെ മണ്ണിൽ, കണ്ണൂരിന്റെ മണ്ണിൽ, അങ്ങ് എറണാകുളത്തിന്റെ മണ്ണിൽ, അങ്ങ് തൃശ്ശൂരിന്റെയും പാലക്കാടിന്റെയും മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞുപോയ നേതാക്കന്മാർ അല്ലേ അലൈസല്ലാഹു ബികഫിൻ അബ്ദ ആയത്തോതി പഠിപ്പിച്ചു. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടിമക്ക് അല്ല മതിയായവനല്ലയോ? തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞ എപ്പ തരുമെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. നബിയെ പ്രഖ്യാപിച്ചു കൊടുക്കുക, ഞാൻ അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ് സമൂഹത്തെ അറിയിക്കുക. എന്താ അള്ളാഹ് പറഞ്ഞത്? നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എപ്പ തരും? വായു കൂടുന്നതിന് മുമ്പ് തരാമെന്ന് മാലപ്പാട്ടിൽ പറയുന്നത് പോലെ പറഞ്ഞോ? ഇല്ല. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹന്ത കാണിച്ചാൽ അതെ, അവൻ നിന്ദ്യനായി നരകത്തിൽ എരിയേണ്ടി വരും, പ്രവേശിക്കേണ്ടി വരുമെന്ന് സർവശക്തനായ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപനം നടത്തി. എന്നിട്ട് CM-നെ വിളിപ്പിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ മരിച്ചുപോയ മനുഷ്യൻ, അതെ, മയ്യത്ത് താടി കെട്ടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു, താടി കെട്ടിക്കോളൂ, കാലിന്റെ വിരലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിക്കോളൂ. മരണപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. പക്ഷേ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ആയിട്ടില്ല, കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കാനായിട്ടില്ല, CM-നെ ഒന്ന് വിളിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന സമയത്ത് CM-നെ വിളിച്ചു കൊണ്ടുവന്നു. ഡോക്ടർമാർ പരിശോധിച്ച് മരണം ഉറപ്പ് വരുത്തി. കൊണ്ടുപോകാൻ പറഞ്ഞ ആ മയ്യത്തായി കിടക്കുന്ന മനുഷ്യൻ CM വന്നിട്ട് പറഞ്ഞു, ആരാ കൊണ്ടുപോകാൻ പറഞ്ഞത്? കയ്യിലുള്ളൊരു വടി കൊണ്ട് മയ്യത്തിന്റെ കാലിൽ തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക്. അങ്ങനെ മയ്യത്ത് എഴുന്നേറ്റതിന് അനുഭവസ്ഥരുണ്ട് എന്ന് പച്ചയായി പ്രസംഗിക്കുന്നു കേരളക്കരയിൽ, പച്ചയായി പ്രസംഗിക്കുന്നു ഈ സമൂഹത്തിന്റെ മുമ്പിൽ. ആരുണ്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ? പടച്ചവനിൽ നിന്ന് അകറ്റി പടപ്പുകളിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ, ഉമർ മൗലവിയെ പോലെയുള്ള ആളുകൾ, KM മൗലവിയെ പോലെയുള്ള ആളുകൾ, അതെ, പിന്നെ മൊയ്ദ് മൗലവിയെ പോലെയുള്ള ആളുകൾ, വെട്ടം അബ്ദുള്ള ഹാജിയെ പോലെയുള്ള ആളുകൾ, കുഞ്ഞീദ് മദനിയെ പോലെയുള്ള ആളുകൾ, എത്രയെത്ര പണ്ഡിതന്മാർ. പ്രിയപ്പെട്ടവരെ, അമാനി മൗലവി തന്റെ തഫ്സീറുകളിലൂടെ കഴിഞ്ഞുപോയ എത്രയോ പണ്ഡിതന്മാർ അവരുടെ എഴുത്തുകളിലൂടെ, അവർ സംസാരിക്കുന്ന സംസാരത്തിലൂടെ ഈ തൗഹീദിന്റെ ശബ്ദം കേരളക്കരയിൽ ആവർത്തിച്ച് കേൾപ്പിച്ച് ഇരിക്കുന്ന ആ നൂറുകണക്കിന് മനുഷ്യർ, അവർ ജനിച്ചതൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം പിൻപറ്റിയ വീടുകളിലല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സംസാരിക്കുന്ന ഞാൻ പോലും ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീടിൽ ജനിച്ചു വളർന്നവനല്ല. മറിച്ച് ഇതാ ആദർശത്തിന്റെ തെളിച്ചം കണ്ട് ഇത് പഠിക്കണമെന്ന് മനസ്സിലാക്കിയ ആളുകളുടെ പിൻഗാമികളായി കടന്നു വന്നവരാണ്. ഈ സദസ്സിലൊന്ന് കൈവക്കാൻ പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്നവർ ഒരുപാട് പേരുണ്ടാകും. മാറ്റുരച്ചു നോക്കി, ആദർശം മാറ്റുരച്ചു നോക്കി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് പറയുന്നത്, അത് കൃത്യമായി പഠിക്കാൻ തുടങ്ങുമ്പോൾ അവർ ഈ തൗഹീദിന്റെ ശ്രേണിയിലേക്ക് കടന്നു വരും. അവർക്ക് വിളിക്കുന്ന പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നത്. മുജാഹിദ് എന്നത് ത്യാഗം സഹിക്കാൻ റെഡിയുള്ളവൻ, അതേ, ത്യാഗോജ്ജലമായ ജീവിതം നയിക്കാൻ റെഡിയുള്ളവൻ എന്നർത്ഥത്തിലാണ് ആ ധർമ്മസമരത്തിന്റെ പേര് ഈ പ്രവർത്തകന്മാർ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തൗഹീദ് മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ജീവിതം അനർത്ഥമാകും. ഉമർ മൗലവി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോ, നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ
ആ സ്റ്റേജ് ഉമർ മൗലവിയെ അവിടെ നിന്ന് ഇറക്കി. ഇനി നിങ്ങൾ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ആളുകൾ പറഞ്ഞു നിങ്ങൾ നബിയുടെ ഭാര്യ നരകത്തിലാണെന്ന് പറയുന്ന ആളാണില്ലേ, പോ, ഇവിടെ പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഉമർ മൗലവി ആട്ടിയോടിച്ചു. എന്നിട്ട് ആളുകൾ പറഞ്ഞത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ പള്ളിയിലെ ഖാദിയെ പോയി കണ്ടു ഒരു കൂട്ടം യുവാക്കള്. എന്നിട്ട് ചോദിച്ചു, അവരുടെ സമസ്തയുടെ പള്ളിയിലെ ഖാദിയോട് ചോദിച്ചു, ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലാണ് എന്ന് ഖുർആനിലുണ്ടോ? നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലാണ് എന്ന് ഖുർആനിലുണ്ടോ? അവിടുത്തെ പള്ളിയിലെ ഖാദി പറഞ്ഞു, ഉണ്ട്. എന്നിട്ട് എന്തേ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാത്തത്? അത് പഠിപ്പിക്കാൻ ശ്രമിച്ചാലപ്പോ നിങ്ങൾ സ്റ്റേജിൽ നാട്ടി ഓടിച്ചില്ലേ? പിന്നെ ഞാനിത് പഠിപ്പിച്ചാൽ ഈ പള്ളിയിൽ എനിക്ക് ചാൻസ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് എന്ന് ഉമർ മൗലയുടെ ചരിത്രം വായിക്കുന്നവർക്കറിയാം. അതായിരുന്നു കേരളത്തിന്റെ അവസ്ഥ. അറിയോ നിങ്ങൾക്ക്? പാന്ത്രോട്ട് തറവാട് എന്ന് പറയുന്ന തറവാട് ഒരു പള്ളി ദർസിലെ ഉസ്താദിനും അവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും ശമ്പളം കൊടുക്കുന്ന തറവാടാ. ആ തറവാട്ടുകാര് ശമ്പളം കൊടുക്കുന്നു, ഖാദർ ഹാജിയും കുട്ടികളും അവിടേക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവരുടെ പാടം തർക്കത്തിലായി. നെല്ലുപാകുന്ന നാറുപാകുന്ന ഈ സ്ഥലം, ഇതാ കേരളത്തിന്റെ ചരിത്രമുണ്ടായിരുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുന്നവരുണ്ട്. നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിന്റെ കുത്തവകാശം ഞങ്ങൾക്കാണ് എന്ന് പറയുന്നവരുണ്ട്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞവർ ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ ഹോസ്പിറ്റലിന്റെ പേര് തന്നെ റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ എന്നാണ്. അതിന്റെ വിദ്യാർത്ഥി ഘടകങ്ങളുടെ പേരുകൾ ഇംഗ്ലീഷ് ലെറ്ററുകളിലാണ്. നമുക്ക് അഭിമാനിക്കാം, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഈ ഉദാഹരണമാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്തിന്റെ അർത്ഥം പോലും മുസ്ലിം ഉമ്മത്തിന് അറിയുമായിരുന്നില്ല. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം എഴുന്നേറ്റു നിന്നത്. പാന്ത്രോട്ട് തറവാട്ടുകാർ പറഞ്ഞു, നാറുപാകുന്ന സ്ഥലം ഞങ്ങളുടേതാണ് എന്ന്. ഖാദർ ഹാജിയും കുട്ടികളും പറഞ്ഞു, അല്ല, ഞങ്ങളുടേതാണ് എന്ന്. തർക്കം മൂത്തു. പള്ളിയിലെ ഖാദിയുടെ അടുക്കലേക്ക് എത്തി. ഖാദി അവരോട് ചോദിച്ചത്രേ, നിഅമത്തുല്ലാ ഫാറൂഖി തന്റെ ഉപ്പ കൃത്യമായി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ്, നിങ്ങളൊക്കെ കേട്ട പ്രസംഗങ്ങളിൽ ഒരു ഭാഗമാണത്. എന്താ പറഞ്ഞത്? ഖാദി പറഞ്ഞു, ഞാൻ ഖുർആൻ എടുക്കട്ടെ, പാന്ത്രോട്ടുകാരുടെ നാറുപാകുന്ന സ്ഥലമാണോ ഇത്? അല്ല, ഖാദറാജിയും കുട്ടികൾക്കും അവകാശപ്പെട്ടതാണോ എന്ന് ഖുർആൻ ഒന്ന് തുറക്കട്ടെ. ഖുർആനിൽ നിങ്ങളുടേതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ആ പാവപ്പെട്ട മനുഷ്യരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഖുർആനിൽ ഞങ്ങളുടേതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തർക്കിക്കാനില്ല എന്ന് പറഞ്ഞപ്പോ ഖുർആൻ ഇങ്ങ് തുറന്നിട്ട് ഉസ്താദ് ഓതിയത്രേ, ഫഅൻദർതുകും നാറൻ തലല്ലാ, പാന്ത്രോട്ടുകാർക്ക് നാറുപാകാൻ സ്ഥലമില്ല, ഇത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ പാവപ്പെട്ട കുടുംബത്തെ പിരിച്ചുവിട്ടു എന്ന് മുൻഗാമികളായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ആയത്തെടുത്തിട്ട് ഒരു കുടുംബത്തിന് നാറുപാകാൻ സ്ഥലമില്ല എന്നതാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ചതിച്ച് വഞ്ചിച്ച് ഫത്വകൾ പറയുകയും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ചതിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അള്ളാഹുവിന്റെ ഖുർആൻ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥമെങ്കിലും നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റു നിന്നത്. ആട്ടിയോടിച്ചു പലരും ഇല്ലേ? സയ്യിദ് മൗലവി രണ്ടത്താണി അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ കരിങ്കൽ കഷ്ടങ്ങൾ വന്ന് മുഖത്തടിച്ച് പല്ല് താഴെ വീണപ്പോ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഒരു സഖാവ്, രാഷ്ട്രീയ സ്വാധീനമുള്ള മന്ത്രിസഭയിലുള്ള ഒരാൾ പറഞ്ഞു സയ്യിദ് മൗലവിയോട്, നിങ്ങൾ വളരെ വലിയ പ്രയാസമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്, പകരം ഞാൻ നിങ്ങൾ അവരാരാണ് കുറ്റക്കാരെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കറിയുമല്ലോ നിങ്ങൾ ആക്രമിച്ചവരെ. ശരി, അവരാരാണ്, എത്ര പേരുണ്ട്, കൃത്യമായി പറഞ്ഞോളൂ. അവർക്ക് ശിക്ഷ കൊടുക്കാം, രാജ്യം അനുവദിക്കുന്ന ജനാധിപത്യ രീതിയിലുള്ള ശിക്ഷ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ സയ്യിദ് മൗലവി രണ്ടത്താണി അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ആ സഖാവിനോട്, രാഷ്ട്രീയ സ്വാധീനമുള്ള മനുഷ്യനോട്, ഇവിടുത്തെ മന്ത്രിസഭയിൽ സ്വാധീനമുള്ള മനുഷ്യനോട് സയ്യിദ് മൗലവി രണ്ടത്താണി പറഞ്ഞത്, വേണ്ട, അങ്ങനെ ഒരു പ്രതികാര നടപടികളൊന്നും വേണ്ട. എനിക്ക് വേണ്ടത്, ഞാൻ ഇന്ന് പ്രസംഗിച്ചപ്പോൾ കല്ലെടുത്തെറിഞ്ഞ് എന്റെ പല്ല് പോയ ഈ സ്റ്റേജ് ഉണ്ടല്ലോ, ഇതേ വേദിയിൽ 3 ദിവസം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ തൗഹീദ് പറയാൻ പെർമിഷൻ തരുമോ നിങ്ങൾ? അത് മതി എനിക്ക്, എന്നെ ആക്രമിച്ചതിന് പകരമെന്ന് പറഞ്ഞ് സഖാവ് ഉറപ്പ് കൊടുക്കുന്നു, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. നിങ്ങൾ പറഞ്ഞോളൂ തൗഹീദ്. 3 ദിവസത്തെ പെർമിഷൻ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പെർമിഷൻ തരും എന്ന് പറഞ്ഞ് 3 ദിവസത്തെ ആ തൗഹീദിന്റെ പ്രസംഗം തനിക്കേറ്റ പീഡനങ്ങൾക്ക് പകരം മതി എന്ന് പറഞ്ഞ സയ്യിദ് മൗലവി രണ്ടത്താണിയെ പോലെയുള്ളവർ നയിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അവർ വെട്ടിത്തെളിച്ച് കാണിച്ചു തന്ന പാതയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാത. ആ പാതയിലാണ് ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത് ഇവിടെ ആദർശ സംബന്ധമായ കാര്യങ്ങൾ ക്ലിപ്പുകൾ സഹിതമിട്ടുകൊണ്ട്
മഗ്രിബ് നമസ്കാരാനന്തരം ഇവിടെ സംസാരിക്കും. പക്ഷേ അതിന്റെ മുന്നോടിയായി ഇവിടെ കൂടിയ മുജാഹിദുകളോട്, ഇത് കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടും എനിക്ക് പറയാനുള്ളത്, സർവശക്തനായ അള്ളാഹുവിന്റെ ദീനിന്റെ ആ പ്രഖ്യാപനം നടത്താൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, ഉമർ മൗലവി ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ, നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ ആട്ടിയോടിച്ചു എന്ന് പറഞ്ഞില്ലേ? ചില ആളുകൾക്ക് മടിയാണ് അള്ളാഹുവിന്റെ ഖുർആനിലുള്ളത് തുറന്നു പറയാൻ, പ്രവാചകന്റെ തിരുസുന്നത്തിലുള്ളത് തുറന്നു പറയാൻ. ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് കരുതുമെന്ന് അതേ മടിച്ചു നിൽക്കുന്നവരുണ്ട്. ഇല്ല, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഖുർആനിലുള്ളത്, തിരുസുന്നത്തിലുള്ളത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. മുൻഗാമികളായ അമാനി മൗലവി അടക്കമുള്ള പണ്ഡിതന്മാർ തഫ്സീറിൽ എഴുതി വച്ച, അതുപോലെ മുൻഗാമികളായ പണ്ഡിതന്മാർ, ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ എഴുതി വച്ച, ജിന്ന് മലക്കുകൾ അത് ഭൗതികമായ ആ സൃഷ്ടികളാണ് എന്ന് പറയാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക്, ആദർശ പ്രബോധന കൂട്ടായ്മയുടെ ഈ കൊച്ചു സംഘത്തിന് മടിയില്ല. അത് ആർജവത്തോടു കൂടി പറയും. കാരണം മുൻഗാമികളായ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ അതേ തൗഹീദ് പറയുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ടെങ്കിൽ അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്ന തൗഹീദാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ധൈര്യമായി പറയുന്നത്. മാറ്റിമറിച്ചിട്ടില്ല. മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന തത്വത്തിൽ നിന്ന് ഒരു ലെവലേഷൻ പിടച്ചു പോകാതെ തൗഹീദിന്റെ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഒരുപാട് ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ഈ തൗഹീദ് മനസ്സിലാക്കാതെ ശിർക്കിന്റെ കോട്ടകുത്തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഖബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഖബർ കെട്ടിപ്പൊക്കുക എന്നത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, ഖബർ കെട്ടിപ്പൊക്കുക എന്നത് ഹറാമാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ആ ഖബർ കെട്ടിപ്പൊക്കുന്നത് വഴി അവർ ശിർക്കിലേക്ക് എത്തും. അല്ലേ? അതല്ലേ അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചത്. നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, ഖബർ, ഖബർ നിങ്ങൾ കുമ്മായമടിക്കരുത്, ഖബർ നിങ്ങൾ സിമന്റ് പൂശരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ ഇരിക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. ഖബറിന്റെ മേലെ എഴുതരുത്, ഖബറിന്റെ മേലെ കെട്ടിപ്പടുക്കരുത്, ഖബറിന്റെ മേലെ കയറി ഇരിക്കരുത്, ഖബറിന്റെ മേലെ സിമന്റോ കുമ്മായമോ പൂശരുത്. ഇത് ചെയ്തു വെച്ചാൽ അടയാളം ആദ്യം വെച്ചവർ ഒന്ന് ബഹുമാന്യരാണ്, മഹത്തുക്കളാണെന്ന നിലക്ക് അടയാളം വെച്ചവർ പിന്നീട് അടയാളങ്ങൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോയപ്പോ ഒന്നുകൂടി ഗംഭീരമാക്കി, ആ ഗംഭീരമാക്കി അടയാളത്തെ ആദരിക്കാൻ തുടങ്ങി. മഹത്തുക്കളാണ് ഇവർ എന്ന നിലക്ക് കൈമാറാൻ തുടങ്ങി. അവസാനം കബറാളിയോട് തന്നെ അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പറയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തെത്തി. ഈ അവസ്ഥ എത്തുന്നത് കൊണ്ടാണ് ഖബർ നിങ്ങൾ കെട്ടിപ്പടുക്കരുത് എന്ന് പറഞ്ഞത്, ഖബർ നിങ്ങൾ കുമ്മായമടിക്കരുതെന്ന് പറഞ്ഞത്, ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുതെന്ന് പറഞ്ഞത്, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിന്റെ ആ കൃത്യത എന്തിനാണ് പ്രിയപ്പെട്ടവരെ? അത് സൗദി രാജാവ് മരിച്ചപ്പോ സാധാരണ ഖബറായപ്പോ ഇവിടുത്തെ വലിയ ചാനലുകൾ വരെ പറഞ്ഞില്ലേ, ഏതാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെന്നാൽ സൗദി രാജാവിന്റെ ഖബർ ഏതാണെന്നറിയില്ല. അതാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. അതാ ഇസ്ലാമിന്റെ രാജാവിന് വേറെ ഖബറ്, പ്രജക്ക് വേറെ ഖബറ് എന്നൊന്നും ഇല്ല. എല്ലാവരും തുല്യരാണ്. ആ തുല്യത എന്തിനാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചത്? മനുഷ്യർ തെറ്റിലേക്ക് പോകാതിരിക്കാനാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിലേക്ക് എത്തുന്ന വടികളെ മുഴുവനും അടക്കുകയും അത് വേണ്ട എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിലാണ് നേർച്ച വഴിപാടുകൾ നടത്തേണ്ടത്. എത്ര സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് ഇതാ നേർച്ചയും വഴിപാടുകളും ഒക്കെയാക്കി ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അവിടെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ കെട്ടിക്കൊടുക്കുന്ന ഏലസും നൂലുമൊക്കെ അതിൽ അഭയം തേടുകയും അള്ളാഹുവിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ മുഖമൂല്യങ്ങളിലില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സംഘം വന്നിട്ട്, 10 വരുന്ന ഒരു സംഘം വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോ 9 ആളുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിൽ ഏർപ്പെടുകയും ഒരാളെ പ്രവാചകൻ മാറ്റി നിർത്തുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലെത്തിയവർ ചോദിച്ചു, പ്രവാചകരെ, നിങ്ങൾ 9 ആളുമായി ബൈഅത്ത് ചെയ്തു, ഒരാളെ നിങ്ങൾ മാറ്റി നിർത്തി, പ്രവാചകരെ എന്താണ് ഇങ്ങനെ? പ്രവാചകൻ പറഞ്ഞ മറുപടി, ഞാൻ 9 ആളുമായി ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, ഈ കാണുന്ന മനുഷ്യനെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം അവന്റെ ശരീരത്തിൽ ഏലസുണ്ട്. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ
കയ്യങ്ങു ഏലസിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആ ഏലസ് അങ്ങ് കൈയിന്റെ ഉള്ളിലേക്ക്, ഏലസിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങ് കൈ പ്രവേശിപ്പിച്ചിട്ട് ഏലസ് അങ്ങ് വലിച്ചു പൊട്ടിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ അല്ലക തമീമ ഫഖദ് അശ്റക, ആര് ഏലസ് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. മൻ അല്ലക തമീമ ഫഖദ് അശ്റക, ആര് ഏലസ് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തവനാണ്. ഈ ഏലസും നൂലുമൊക്കെ എവിടുന്നാ വരുന്നത്? പല ഔലിയാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെ അടുക്കൽ നിന്ന്, സിദ്ധന്മാർ ബീവിമാരെന്ന് പറയുന്നവരുടെ അടുക്കൽ നിന്ന്, കെട്ടിപ്പൊക്കിയ ജാറവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം തേടുന്ന പല ആളുകളുടെ അടുക്കൽ നിന്ന്, അതിനെ ചുറ്റിയാൽ, അതിനെ കൊണ്ടുപോയി ഒന്ന് തൊടിയിപ്പിച്ചാൽ, അവിടുന്ന് കിട്ടുന്ന നൂല് വാഹനത്തിൽ കെട്ടിയാൽ, കൈത്തണ്ടയിൽ കെട്ടിയാൽ, വീടിന്റെ ഏതെങ്കിലും കോർണറിൽ കെട്ടിത്തൂക്കിയാൽ, വീടിന്റെ ഏതെങ്കിലും മുക്കുമൂലകളിൽ കുഴിച്ചിട്ടാൽ, ഇതിലൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായി അതേ മുസ്ലിം ഉമ്മത്ത് മാറുകയാണ്. ഒരു കൈനോട്ടക്കാരനെ പോലും സമീപിക്കരുത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മതം എത്ര ശ്രേഷ്ഠമാണ്. ഒരു സാഹിറിനെ, ഒരു മാരണക്കാരനെ, ഒരു കൈനോട്ടക്കാരനെ ഇല്ല, ഒരു കണക്ക് നോട്ടക്കാരനെ ഒരാൾ സമീപിച്ചിട്ട് ഒരു കാര്യത്തെ പറ്റി ചോദിച്ചിട്ട് അയാൾ പറയുന്ന കാര്യത്തെ സത്യപ്പെടുത്തിയാൽ, അയാൾ പറയുന്ന കാര്യത്തെ സത്യപ്പെടുത്തിയാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറങ്ങിയ ഖുർആനിൽ തന്നെ അവിശ്വസിച്ചവനായി മാറിയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? ഒരു കൈനോട്ടക്കാരനെ, ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് അവൻ പറയുന്നത് സത്യപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ തന്നെ അവിശ്വസിച്ചവനായി മാറിയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് പല കേന്ദ്രങ്ങളിലേക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പല നേർച്ച പറമ്പുകളിലേക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആടിനെ ഞാൻ ഇന്ന ഷെയ്ഖിന് വേണ്ടി നേർച്ചയാക്കി എന്ന് പറയുന്നത്, സത്യം ചെയ്യുമ്പോൾ ഷെയ്ഖുമാരുടെ പേരിൽ സത്യം ചെയ്യുന്നത്, ഒരു നേർച്ചയുടെ ഇസ്ലാമിന്റെ നിലപാടെന്താ? ഇബ്നു ഹജറുൽ ഹൈതമി തന്നെ, ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി തന്നെ പറയുന്നു, വഇൻ ഖുസിദ ബിഹാദൻ നദിരി, ഒരു നേർച്ച കൊണ്ട് ഒരാൾ ലക്ഷ്യം വെക്കുന്നത് അത്തഖറുബ്, ഒരു സാമീപ്യമാണ്. ഖബറിലുള്ളവന്റെ സാമീപ്യം, ലിമൻ ഫിൽ ഖബരി, ഖബറിലുള്ളവന്റെ സാമീപ്യം തഖറുബ് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഖബറാളിയുടെ പൊരുത്തം കിട്ടും, ഈ മുയ്ദി ഷെയ്ഖിന്റെ പൊരുത്തം കിട്ടും, ഈ റിഫായി ഷെയ്ഖിന്റെ പൊരുത്തം കിട്ടും, ഏർവാടി നാഗൂർ ജിമീർ മുത്തുപ്പേട്ടയിൽ കിടക്കുന്ന ഷെയ്ഖുമാരുടെ പൊരുത്തം കിട്ടും എന്ന നിലക്ക് ഒരാൾ നേർച്ച ചെയ്താൽ, ലിമൻ ഫിൽ ഖബരി, ഖബറിലുള്ളവന്റെ തഖറുബ് പ്രതീക്ഷിച്ചുകൊണ്ട് നേർച്ച ചെയ്താൽ ബത്വല, അവന്റെ നേർച്ച ബാത്തിലാണ്. ലിഅന്ന തഖറുബ, കാരണം തഖറുബ് പ്രതീക്ഷിക്കേണ്ടത് ഇന്നമാ യുതഖറബു ബിഹാ ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് മാത്രമാണ് ആ അർത്ഥത്തിൽ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നേർച്ച വഴിപാടുകൾ നടത്തേണ്ടത്. ലാ ഇലാ ഖൽഖിഹി, ഒരു സിട്ടിയിലേക്കും അത് തിരിച്ചുവിടാൻ പാടില്ല. ആരാ പറയുന്നത്? ഇബ്നു ഹജറുൽ ഹൈതമിയാണ് പറയുന്നത്. പോരാ, മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ കൊപ്രക്കലത്തിലെ ഈ ആദർശ സമ്മേളനത്തിൽ ഒരുമിച്ച് ചേർന്നവരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇമാം നബവി പറയുകയാണ്, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക എന്ന് പറഞ്ഞാൽ ഫൽ മുറാദു ബിഹി അൻ യദ്ബഹ ബിസ്മി ഗൈരില്ലാഹി തആല, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ അറുക്കുക എന്നതാണ്. കമൻ ദബഹ, അറുത്തവനെ പോലെ, ലിസ്വനമി അബിസ്സലീബി ഔലി മൂസ ഔലി ഈസ ഔലിൽ കഅബ വനഹ്ബി ദാലിക്, കഅബയുടെ പേരിൽ അറുത്താലും ഈസാ നബിയുടെ പേരിൽ അറുത്തവനെ പോലെ, ഈസാ നബിയുടെ പേരിൽ അറുത്തവനെ പോലെ, മൂസാ നബിയുടെ പേരിൽ അറുത്തവനെ പോലെ, കുരിശിന്റെ പേരിൽ അറുത്തവനെ പോലെ, പ്രതിഷ്ഠയുടെ പേരിൽ അറുത്തവനെ പോലെ, കഅബയുടെ പേരിൽ അറുത്തവനെ പോലെ. ഇമാം നബവി പറയാ, ഫകുല്ലു ഹദാ ഹറാം, എന്തിന്റെ പേരിൽ അറുത്താലും ഹറാമാണ്. വലാ തഹില്ലു ഹാദിഹി ദബീഹ, ഈ ഒരു അറിവ് ഒരിക്കലും സ്വഹീഹാവുകയില്ല, ഒരിക്കലും അനുവദനീയമാവുകയില്ല. സവാഉൻ കാന ദാബിഹു മുസ്ലിമൻ ഔ നസ്റാനിയ, അറുത്തത് മുസ്ലിമാകട്ടെ അറുത്തത് ക്രിസ്ത്യാനിയാകട്ടെ. നസ്സ അലൈഹി ശാഫിഇയ്യു, ഇമാം ഷാഫി ആശങ്കക്കിടമില്ലാതെ വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വത്തഫഖ അലൈഹി അസ്ഹാബുനാ, ഇമാം ഷാഫിയുടെ കൂടെ നിൽക്കുന്നവരും ഈ അഭിപ്രായത്തിൽ യോജിച്ചവരാണ്. ആരാ പറയുന്നത്? ഇമാം ഷാഫി എന്ന് അറിയപ്പെടുന്ന മഹാനായ ഷാഫി ഇമാമിന്റെ ആ മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. പോരാ, ഇബ്നു ഹജറുൽ ഹൈതമി തന്നെ വീണ്ടും പറയുന്നു, ഖാലൽ ഉലമാ, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ലൗ ദബഹ മുസ്ലിമുൻ ദബീഹ, ഒരു മുസ്ലിം ഒരു അറിവ് നടത്തി, വഖസദ ബിദബിഹിഹ, ആ അറിവ് കൊണ്ട് അവൻ ലക്ഷ്യം വെച്ചു, അത്തഖറബ ബിഹാ ഇലാ ഗൈരില്ലാ, അല്ലാഹുവിലേക്കല്ലാതെ ഒരു തഖറബ് അവൻ ലക്ഷ്യം വെച്ചാൽ, സ്വാറ മുർത്തദ്ദ,
അവൻ മതത്തിൽ നിന്ന് പുറത്തുപോയവനാണ്. അവന്റെ അറിവ് മതത്തിൽ നിന്ന് പുറത്തുപോയവന്റെ അറിവാണ്. ആരാ പറയുന്നത്? ഇബ്നു ഹജറുൽ ഹൈതമിയാണ് പറയുന്നത്. ഇങ്ങനെ നേർച്ചയുമായി ബന്ധപ്പെട്ട്, ബലികർമ്മവുമായി ബന്ധപ്പെട്ട്, വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ശാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാർ തന്നെ കൃത്യമായി അവിടെ കിതാബുകളിൽ, രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടും ഭൂരിപക്ഷ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ഉമ്മത്തിനെ ഈ ശിർക്കിലേക്ക് നടന്നു പോകുന്നതിൽ നിന്ന് എതിർക്കാൻ നിങ്ങൾ മുന്നിലേക്ക് വരുന്നില്ല എന്നത് ഉപജീവന മാർഗം മാത്രമാണ് തടസ്സമെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ കാണാൻ പോവുകയാണ്. അന്നഹു ദഖല അലാ മരീൽ, ഒരു രോഗിയുടെ അടുക്കൽ പ്രവേശിക്കുകയാണ്. എന്നിട്ട് യഊദു ഫലമസ അൽദഹു, അദ്ദേഹത്തിന്റെ രോഗിയുടെ കൈത്തണ്ടയിൽ ഈ മഹാനായ സഹാബി ഇങ്ങനെ തടവുകയാണ്. അപ്പൊ അവിടെ ഒരു നൂല് കണ്ടു, ഒരു ഏലസ് കെട്ടിയ ഒരു നൂല് കണ്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇത് മന്ത്രിച്ചൂതി കെട്ടിയതാണ്. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു പറയുകയാണ്, ലൗ മിത്ത വഹുവ അലൈക്, ഇത് കെട്ടിയവനായി നീ മരണപ്പെട്ടു പോയാൽ നിന്റെ മേൽ മയ്യത്ത് നമസ്കാരം പോലും ഞാൻ നിർവഹിക്കുകയില്ല എന്ന് ആരാ പറയുന്നത്? സഹാബിയായ ഹുദൈഫ് റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്. ഇത്ര കണ്ട് ശക്തമായ നിലയിൽ ഈ ജ്യോത്സ്യന്മാരെയും സിദ്ധന്മാരെയും ജിന്നുമ്മമാരെയും ജിന്നുപ്പമാരെയും ആ ഹോജമാരെയും ബീവിമാരെയും തേടി പോകുന്നവർ അപകടത്തിലാണ് എന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഓരോ പ്രബോധകന്മാരും തൊണ്ടവട്ടുമാറ് കേരളക്കരയിലെ മുക്കുമൂലകളിൽ, കവലകളിൽ, തെരുവീതികളിൽ എഴുന്നേറ്റു നിന്ന് ഈ ആദർശത്തിന്റെ തെളിമ സമൂഹത്തെ അറിയിക്കുമ്പോ, എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ഉറക്കം നടിക്കുന്നവരെ മാത്രമേ നമുക്ക് ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രബോധകന്മാരെയും സാധാരണ പ്രവർത്തകന്മാരെയും തൗഹീദിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആദർശ വീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ കൊച്ചു സംഘത്തെ അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അതെ എന്ന് വിളിച്ചു പറയുന്നവരോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ നിങ്ങളുടെ റൂട്ടിൽ നിങ്ങളുടെ ദഅവത്തുമായി പോകുക. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനം നിർവഹിക്കാനുണ്ട്. 10,000-കണക്കിന് മനുഷ്യർ ഈ തൗഹീദിന്റെ വെളിച്ചം കിട്ടാതെ നിൽക്കുന്നവരിലേക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം വാരി വിതറാനുണ്ട്. ഈ ഖുർആനിലേക്ക് അവരെ വിളിക്കാനുണ്ട്, തിരുസുന്നത്തിലേക്ക് അവരെ വിളിക്കാനുണ്ട്. ഉറങ്ങുന്നവരെ മാത്രമേ നമുക്ക് ഉണർത്താൻ കഴിയുകയുള്ളൂ. ആവർത്തിച്ചു പറയുന്നു, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാര ശേഷം എന്താണ് ഇവർ ഉറക്കം നടിക്കുന്നവരെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്, ആരാണ് തൗഹീദിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്തിയവരെന്ന് കൃത്യമായി ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപനങ്ങളും അതിന്റെ തെളിവുകളും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. ഞാൻ വീണ്ടും പറയുന്നു മുസ്ലിം ഉമ്മത്തിനോട്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിലേക്ക് മനുഷ്യരെത്തിപ്പോകാതിരിക്കാൻ ഒരു സത്യം ചെയ്യുന്ന രീതി പോലും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പേരിലാകണമെന്ന് പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഒരാൾ സത്യം ചെയ്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു സത്യം ചെയ്യുന്നത് പോലും ലോകരക്ഷിതാവായ റബ്ബിന്റെ പേരിലാകണമെന്ന് ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നമ്മെ. അപ്പൊ സത്യം ചെയ്യുന്നത് റബ്ബിന്റെ പേരിൽ നേർച്ചയുണ്ട്. ആ നേർച്ച ഗൗരവമായി എടുക്കേണ്ടതാണ്. തമാശയ്ക്ക് പ്രഖ്യാപിക്കേണ്ടതല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. മറിച്ച് ഒരു കാര്യം നേർച്ചയാക്കുമ്പോ അത് നിർവഹിക്കാൻ പറ്റുന്നതാകണം. ആ നേർച്ച നിർവഹിക്കാൻ പറ്റാതെ വന്നാൽ പ്രായശ്ചിത്തം കൊടുക്കേണ്ടതാണ്. പക്ഷേ ആ നേർച്ച അള്ളാഹുവിന്റെ പേരിലാണ്, ആ വഴിപാടുകൾ അള്ളാഹുവിന്റെ പേരിലാണ്. ലോകരക്ഷിതാവായ റബ്ബാണ് രോഗം തന്നത്, അസുഖം തന്നത്, മകനെ പരീക്ഷിച്ചത്, ഉമ്മയെ പരീക്ഷിക്കുന്നത്, വാപ്പയെ പരീക്ഷിക്കുന്നത്, മക്കളെ പരീക്ഷിക്കുന്നത്, അംഗവൈകല്യം കൊടുത്ത് പരീക്ഷിക്കുന്നത്, മെന്റലി പ്രോബ്ലം കൊടുത്ത് പരീക്ഷിക്കുന്നത്, അല്ലേ കണ്ണിന് കാഴ്ച ശക്തി ഇല്ലാതെയാക്കി പരീക്ഷിക്കുന്നത്, മക്കളെ ആൺകുട്ടികളെ മാത്രം തന്ന് പരീക്ഷിച്ചത്, പെൺകുട്ടികളെ മാത്രം തന്ന് പരീക്ഷിക്കുന്നത്, മക്കളെ തരാതെ പരീക്ഷിക്കുന്നത്, ഇടകലർത്തി തന്ന് പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണത്തിൽ ഒരു മുസൽമാൻ എന്തു നിലപാട് സ്വീകരിക്കുമെന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ തകർന്നു പോകാതിരിക്കാൻ തൗഹീദിന്റെ കൃത്യമായ നിലപാടുകൾ പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തിൽ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ, ഒരു ചെങ്ങലയിൽ വിളക്കിച്ചേർത്ത കണ്ണികളെ പോലെ
നാം അണിചേരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുൻഗാമികളായ പണ്ഡിതന്മാർ സഹിച്ച പ്രബോധനത്തിന് വേണ്ടി സഹിച്ച ഏറുകൊണ്ടത്, ചീഞ്ഞ കോഴിമുട്ടകളുടെ ഏറുകൊണ്ടത്, കരിങ്കൽ കഷ്ടങ്ങളുടെ ഏറുകൊണ്ടത്, കൂക്കി വിളിച്ച് ആർപ്പ് വിളി ഉണ്ടാക്കി സ്റ്റേജിൽ നിറക്കി വിട്ടപ്പോ ഒരാളുടെയും സഹായമില്ലാതിരുന്നിട്ടും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ തവക്കുൽ ചെയ്ത് ഈ തൗഹീദിന്റെ വിളംബരം നടത്താൻ കേരളക്കരയിലെ മുക്കുമൂലകളിലേക്ക്, ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് പള്ളികളും ഒരുപാട് മദ്രസകളും, മദ്രസ ഉണ്ടാക്കുമ്പോൾ പരിഹസിച്ചു അവർ, അല്ലേ? ജഹന്നമിന്റെ മീമെടുത്ത് ഇതാ ദർസ്, നമ്മൾ നടത്തുന്ന ദർസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് ഒരു മീം ഫിറ്റാക്കി മദ്രസ ഉണ്ടാക്കിയിരിക്കുന്നു. പോകരുതെന്ന് പറഞ്ഞവർ, യതീംഖാന ഉണ്ടാക്കിയപ്പോ അനാഥ മക്കളെ ചതിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഇന്ന് ഞങ്ങൾക്കാണ് അനാഥാലയങ്ങൾ ഏറെ എന്ന് പറയുന്നു, ഞങ്ങൾക്കാണ് മദ്രസ ഏറെ എന്ന് പറയുന്നു. നിങ്ങൾ എടുത്തോളൂ. പക്ഷേ ഈ പ്രസ്ഥാനം സഹിച്ച ത്യാഗത്തെ മുജാഹിദുകളെ നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ചവിട്ടി ഉയർന്നു വന്ന ആ സ്റ്റെപ്പുകളെ നമ്മളാരും മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു തആല ഈ ആദർശ പ്രബോധന വീതിയിൽ ഓരോ ചെറിയ സഹായങ്ങൾ നൽകി, അത് സാന്നിധ്യമാണെങ്കിൽ, അത് ശാരീരികമായി ഇവിടെ എത്തലാണെങ്കിൽ അങ്ങനെ, സാമ്പത്തികമായി സഹായിക്കലാണെങ്കിൽ അങ്ങനെ, ഈ പ്രബോധനത്തിന്റെ മേഖലയിൽ ഞാൻ പിറകിലേക്കില്ല, ഞാൻ ഒരു സ്റ്റെപ്പ് പോലും പിറകിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആദർശ പ്രബോധന രംഗത്ത് നിങ്ങൾ അണിചേരണമെന്ന് മാത്രം പ്രഖ്യാപിച്ച് വിഷയത്തിന്റെ അകക്കാമ്പുകളിലേക്ക് ഞാൻ കടന്നിട്ടില്ല, അതിന്റെ ഡെപ്തായ മേഖലയിലേക്ക് ഞാൻ കടന്നിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ കൂടിയിരിക്കുന്ന ആളുകൾ കഴിഞ്ഞുപോയ പ്രസ്ഥാനത്തിന്റെ ചരിത്രങ്ങളെ ഓർക്കണമെന്ന് പറയാൻ, അവർ സഹിച്ച ത്യാഗങ്ങളെ സ്മരിക്കണമെന്ന് പറയാൻ, കഴുത്തിൽ കത്തിവെച്ച് നിങ്ങളെ ഇനി വീട്ടിലേക്ക് മടക്കി വിടില്ല എന്ന് പറഞ്ഞപ്പോ നമസ്കരിച്ചിട്ടില്ല, ഞാൻ നമസ്കരിക്കാൻ സമയം തരണമെന്ന് പറഞ്ഞ് ശത്രുക്കളോട് നമസ്കരിക്കാൻ സമയം ചോദിച്ചു വാങ്ങി നമസ്കാരം നിർവഹിക്കുമ്പോഴേക്ക് ആളുകൾ അവിടെ എത്തി രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ചരിത്രങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രങ്ങളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വന്തം വീട് വിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ രംഗത്ത് അന്ന് ക്രൈസ്തവ ലോബികൾ അടിച്ചുവിട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് താൻ താമസിക്കുന്ന ചെറിയ വീട് വിട്ട് അതിന്റെ ലഘുലേഖകളും പുസ്തകങ്ങളും ഇറക്കി കേരളക്കരയിൽ പ്രബോധനം നിർവഹിച്ച പണ്ഡിതന്മാർ കടന്നുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉണ്ട്. ഏറെ ത്യാഗങ്ങൾ സഹിച്ച് ഒരു ചെറിയ ഷെഡിൽ ഒരുമിച്ച് കൂടി ആലോചനകൾ നടത്തി ഈ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് എങ്ങനെ തൗഹീദിന്റെ വെളിച്ചമെത്തിക്കുമെന്ന് ആലോചിച്ച് ഏറെ ത്യാഗം സഹിച്ച മഹാരഥന്മാരുണ്ട്. അവരെ നാം ഓർക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ചരിത്രം വായിക്കാൻ നമ്മൾ തയ്യാറാകണം. അവരെന്ത് തൗഹീദാണോ കേരളക്കരയോട് പറഞ്ഞത് അത് ഉറക്കെ പറയുന്നു നമ്മളും. അവർ ഏതർത്ഥത്തിലാണ് ദഅവത്ത് നിർവഹിച്ചത് അത് ഉറക്കെ പറയുന്നു നമ്മൾ. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അമാനി മൗലവിയുടെ തഫ്സീർ ധൈര്യമായി ഇതാ വായിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമുള്ള പ്രസ്ഥാനമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിലെ വരികൾ മാറ്റണമെന്ന് പറയുന്നില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആദർശരംഗത്തു തന്നെ അട്ടിമറി നടത്തി ഇതൊക്കെ പിന്തള്ളപ്പെടേണ്ടതാണ്, ഇതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ടതാണ് എന്ന് പറയാൻ ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരിക്കലും തയ്യാറാവില്ല. കാരണം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ആയിരക്കണക്കിന് വേദികളിലൂടെ ഈ തൗഹീദിന്റെ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അണിചേരുക, പഠിക്കുക, ആത്മവിചിന്തനത്തിന് തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.